2025 ക്രിസ്മസ് പരീക്ഷ 5ാം ക്ലാസ്സിലെ അറബിക്. ഇതിൽ 6 പ്രവർത്തനങ്ങളാണുള്ളത്. 6നും ഉത്തരം എഴുതണം. എന്നാൽ ചില പ്രവർത്തനങ്ങളിൽ എ, ബി എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണാം. അതിൽ ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ പ്രവർത്തനം, നഖറ ഉൽ ബയാന, താഴെയുള്ള വിവരണം വായിക്കാം. വനുജീബ് അനിൽ അസ്ഇലത്തിൽ താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ദഹബ സമീറുൻ വ നജീബുൻ, സമീറും നജീബും പോയി, മാൽ ഉസ്രത്തി, കുടുംബത്തോടൊപ്പം, ഇല ഷാത്തുയിൽ ബഹരി, കടൽ തീരത്തേക്ക്. ജലസത്തിൽ ഉസ്രത്തു, കുടുംബം ഇരുന്നു, തഹത്ത ഷജറത്തിൻ, ഒരു മരത്തിന്റെ താഴെ. യൽഅബു നജീബുൻ ബിർ റിമാലി, നജീബ് റിമാല് കൊണ്ട്, പൂഴി കൊണ്ട് കളിക്കുകയാണ്. യസ്നഉ സമീറുൻ സൗറഖൽ വറഖി, സമീർ പേപ്പർ ബോട്ട് നിർമ്മിക്കുന്നു. സൗറഖുൽ വറഖി, പേപ്പർ ബോട്ട്. യുൽഖി സമീറുൻ അസൗറഖ ഇലൽ മായി, സമീർ ആ ബോട്ട്, ആ പേപ്പർ ബോട്ട് വെള്ളത്തിലേക്ക് ഇടുന്നു. യുൽഖി, ഇടുന്നു. ഷാഹദ നജീബുൻ ഖാരിബൻ ഫിൽ ബഹരി, നജീബ് കടലിൽ ഒരു തോണി കണ്ടു. ഖാരിബ്, തോണി, ഒരു ശരിയായ തോണി കണ്ടു. അൽ ഖാരിബ് യഖ്തരിബു മിന ഷാത്തുഇ, തോണി തീരത്തോട് അടുക്കുകയാണ്. യഖ്തരിബു, അടുക്കുന്നു, മിന ഷാത്തുഇ, തീരത്തോട്. ഫിൽ ഖാരിബി, തോണിയിലുണ്ട്, അസ്മാക്കുൻ കസീറത്തുൻ, ധാരാളം മീനുകൾ. അസ്വയ്യാദൂന മസ്റൂറൂന ജിദ്ദൻ, മീൻപിടുത്തക്കാരൊക്കെ വളരെയധികം സന്തോഷവാന്മാരാണ്. മീൻപിടുത്തക്കാർ തോണിയിൽ മീനും പിടിച്ചു വരികയാണ്. ഇനി ചോദ്യങ്ങൾ. ഇല ഐന ദഹബത്തിൽ ഉസ്രത്തു, കുടുംബം എങ്ങോട്ടാണ് പോയത്? ഉത്തരം ഓപ്ഷൻ ജീമാണ് അല്ലേ. ഇല ഷാത്തുയിൽ ബഹരി, കടൽ തീരത്തേക്ക്. 2, മാസാ സന സമീറുൻ, സമീർ എന്താണ് നിർമ്മിച്ചത്? അലിഫാണ് ഉത്തരം. അസൗറഖുൽ വറഖിയും, പേപ്പർ ബോട്ട്. 3, ഫിൽ ഖാരിബ് ഡാഷ്, തോണിയിൽ ഡാഷ് എന്താണുള്ളത്? ജീമാണ് ഉത്തരം അല്ലേ. അൽ അസ്മാക്ക്, മീനുകളാണ് ഉള്ളത്. 4, മാ ജമ്മു കലിമത്ത് റംല്, പൂഴി, റംല്, അതിന്റെ ജം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബ, റിമാല്. 5ാമത്തെ ചോദ്യം, ഉക്തുബ് അത്വസ്രീഹാത്തി സ്വഹീഹത്ത് മിനൽ ആത്തിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായത് ഏതാണെന്ന് എഴുതുക. 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. 1, ഫിൽ ഖാരിബി അസ്മാറുൻ, തോണിയിൽ പഴങ്ങളുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ശരിയാണോ? ഫിൽ ഖാരിബി അസ്മാൻ, തോണിയിൽ പഴങ്ങളുണ്ട് എന്നത് തെറ്റാണ്. തോണിയിൽ മീനാണുള്ളത് അല്ലേ, അപ്പൊ അത് തെറ്റാണ്. 2ാമത്തത്, യസ്നഉ സമീറുൻ സൗറഖൽ വറഖി, സമീർ പേപ്പർ ബോട്ട് നിർമ്മിക്കുന്നു. അത് ശരിയാണ് അല്ലേ. 3ാമത്തത് വായിച്ചു നോക്കാം. യജിലിസുൽ അബു വൽ ഉമ്മു തഹത്ത ഷജറത്തി, ഉമ്മയും ഉപ്പയും മരത്തിന്റെ താഴെ ഇരിക്കുന്നത് കാണാം. അതും ശരിയാണ്. അപ്പോൾ 2 ശരിയാണ്. 2ാമത്തതും 3ാമത്തതും ശരിയാണ്. ഇനി നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ അലിഫ്, അൽ ഊല സ്വഹീഹത്തുൻ, 1ാമത്തത് ശരിയാണ് എന്നാണ്. 1ാമത്തത് എന്താണ്? ഫിൽ ഖാരിബി അസ്മാറുൻ, അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പൊ ഈ 1ാമത്തത് തെറ്റ്. പിന്നെ അസാനിയത്ത് വസാലിസത്തു സ്വഹീഹത്തുൻ, 2ാമത്തതും 3ാമത്തതും ശരി എന്നാണ് ബാ പറയുന്നത്. അത് ശരിയാണല്ലേ. 2ഉം 3ഉം ശരിയാണ്. ജീമ് നോക്കാം. കുല്ലുൻ സ്വഹീഹത്തുൻ, എല്ലാം ശരിയാണ്. അതായത് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അല്ല, 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശരി ഉത്തരമായി അടയാളപ്പെടുത്തേണ്ടത് ബ ആണല്ലേ. അസാനിയത്ത് വസാലിസത്തു സഹീഹത്തുൻ, 2ഉം 3ഉം ശരിയാണ് എന്നതാണ് ശരി ഉത്തരം. അതിൽ ടിക്ക് ചെയ്യുക. ഇനി നുക്മിലുൽ ഹിവാറ, ഹിവാർ, സംഭാഷണം പൂരിപ്പിക്കണം. വസല ജാബിറുൻ ഇലൽ മദ്രസത്തി സ്വബാഹൻ, ജാബിർ രാവിലെ സ്കൂളിലെത്തി. വസല, എത്തി. വഖദ് നസിയ, അവൻ മറന്നുപോയി. അൽ വാജിബാത്തിൽ മൻസിലിയത്ത, ഹോംവർക്ക്. അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് ചെയ്യാൻ മറന്നു. മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. വഫിൽ മസായി, അങ്ങനെ വൈകുന്നേരം. റജഅ ഇലൽ ബൈത്തി മുതഅഖിറൻ, അവൻ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ മടങ്ങിയെത്തിയത്. അവൻ മടങ്ങി ഇലൽ ബൈത്തി, വീട്ടിലേക്ക്, മുതഅഖിറൻ, വൈകിട്ട്. അതായത് ഹോംവർക്കുകളൊക്കെ ചെയ്ത് സ്കൂളിൽ നിന്നും ചെയ്ത് വൈകിയെത്തിയതാണ്. ഫദാറ ബൈനഹു വ ബൈനൽ വാലിദി ഹിവാറുൻ, അപ്പോൾ അവനും പിതാവിനും ഇടയിൽ ഒരു ഹിവാർ, ഒരു സംഭാഷണം നടന്നു. ഹയ്യാ നുക്മിലുൽ ഹിവാറ, ആ ഹിവാർ നമുക്ക് പൂരിപ്പിക്കാം.
ജാബിർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. അപ്പോൾ വാലിദ് ഉപ്പ എന്താണ് മറുപടി പറയുക? വ അലൈക്കുമുസ്സലാം. അങ്ങനെ സലാം അടക്കിയതിന് ശേഷം ചോദിക്കുകയാണ്, ലിമ തഅഖർത, നീ എന്താണ് വൈകിയത്? സ്കൂളിൽ നിന്നും വൈകിയെത്തിയത് എന്തുകൊണ്ടാണ്? ജാബിർ, യാ അബത്തി, ഉപ്പ, അന ഹസീനുൻ, ഐ ആം സാഡ്, ഞാൻ ദുഃഖിതനാണ്. അൽ വാലിദ്, മാതാ അസാബക്ക, നിനക്ക് എന്ത് പറ്റി? ജാബിർ ഡാഷ് നസീഹത്തൽ മുദരിസി. നസീഹത്ത് എന്നാൽ ഉപദേശം, മുദരിസ് അധ്യാപകൻ. നസീഹത്തൽ മുദരിസി, അധ്യാപകന്റെ ഉപദേശം. ഉപദേശം എന്ത് സംഭവിച്ചു? ഇവനോട് മറന്നുപോയി അല്ലേ? മറന്നു എന്നതിന്റെ വാക്ക് നസിയ എന്നാണ്. അപ്പോൾ ജാബിർ പറയുക, ഞാൻ അധ്യാപകന്റെ ഉപദേശം മറന്നു എന്നാണ് പറയേണ്ടത്. നസിയ മറന്നു, ഞാൻ മറന്നു എന്നെങ്ങനെ പറയും? നസീത്തു, എല്ലാത്തിൻ്റെയും കൂടെ തു എന്ന് ചേർത്താൽ ഞാൻ എന്ന അർത്ഥം കിട്ടും. നസീത്തു, ഞാൻ മറന്നു, നസീഹത്തൽ മുദരിസി, അധ്യാപകന്റെ ഉപദേശം ഞാൻ മറന്നുപോയി. അപ്പൊ വാലിദ് ചോദിക്കുകയാണ്, മാതാ കാനത്ത് ഡാഷ്, എന്തായിരുന്നു? മാതാ കാനത്ത് എന്തായിരുന്നു? മാതാ കാനത്തിൻ നസീഹത്തു, ഉപദേശം എന്തായിരുന്നു? നീ മറന്ന ഉപദേശം എന്തായിരുന്നു? അപ്പൊ ജാബിർ പറഞ്ഞു, അധ്യാപകന്റെ ഉപദേശം ഇതാണ്. എന്ത്? ലാ തഹ്ലുർ അൽ മദ്രസത, നീ സ്കൂളിലേക്ക് വരരുത്, ബിദൂനിൽ വാജിബാത്തിൽ മൻസലിയത്തി, ഹോംവർക്ക് ചെയ്യാതെ. ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്നതായിരുന്നു അധ്യാപകന്റെ ഉപദേശം. അതാണ് ഞാൻ മറന്നുപോയത്. അങ്ങനെ വാലിദ് ചോദിക്കുന്നു, ഹൽ അക്മൽത, എന്നിട്ട് നീ ഇപ്പോൾ പൂർത്തിയാക്കിയോ? ഹോംവർക്ക് പൂരിപ്പിച്ചോ? ജാബിർ, നഅം, അതെ, അക്മൽതു, ഞാൻ പൂർത്തിയാക്കി, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അപ്പൊ വാലിദ്, ജസാഖ് അല്ലാഹു ഖൈറൻ, നിനക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ, ശുക്രൻ, താങ്ക് യു. ജാബിർ, അഫ്വൻ. ഇങ്ങനെ എഴുതിയാൽ സംഭാഷണം പൂർത്തിയായി. ഇനി നഖറ ഉൽ ജുമല. മൂന്നാമത്തെ ചോദ്യത്തിൽ എ ബി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒന്നുകിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക. നമുക്ക് രണ്ടും വായിച്ചു നോക്കാം. നഖറ ഉൽ ജുമല, സെന്റൻസുകൾ വായിച്ചു നോക്കണം താഴെയുള്ളത്. വനുഇദുൽ അസ്ഇലത, എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ബിസ്തിഖ്ദാമിൽ അദവാത്തി ഫിൽ മുറബ്ബ, ഈ പെട്ടിയിലുള്ള വാക്കുകൾ, ചോദ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഒന്നാമത്തെ സെന്റൻസ്, ഇസ്തയഖൽ, ആദ്യം ചോദ്യത്തിന്റെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൻ, ആര്, മത, എപ്പോൾ, ഐന, എവിടെ, കം, എത്ര. ഇനി സെന്റൻസ്, ഇസ്തയഖല ഫവാസുൻ മിനന്നോമി മുബക്കിറൻ, ഫവാസ് ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. അതിന്റെ എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? മത ഇസ്തയഖല ഫവാസുൻ മിനന്നോമി, ഫവാസ് എപ്പോഴാണ് ഉറക്കിൽ നിന്നും എഴുന്നേറ്റത് എന്ന് ചോദിക്കാം. 2, ഇൻതലറ ഫവാസുൻ വാലിദഹു ഫിസ്സാലത്തി, ഫവാസ് തന്റെ പിതാവിനെ ഹാളിൽ, വെയിറ്റിംഗ് ഹാളിൽ കാത്തിരുന്നു. ഇൻതലറ, കാത്തിരുന്നു. അതെങ്ങനെ ചോദിക്കാം? ഐന ഇൻതലറ ഫവാസുൻ വാലിദഹു, ഫവാസ് എവിടെയാണ് തന്റെ പിതാവിനെ വെയിറ്റ് ചെയ്തത്, കാത്തിരുന്നത്. 3, ഖറജൽ വാലിദു മിനൽ മത്താരി, വാലിദ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. അതെങ്ങനെ ചോദിക്കാം? മൻ ഖറജ മിനൽ മത്താരി, ആരാണ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്? അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അടുത്തത് നുലാഹിദു സൂറത്ത, ചിത്രം നോക്കാം. വനുക്കുമിലുൽ ജുമല ബിസ്തിഖ്ദാമി ഹർഫുൽ ജർരി, ഹർഫ് ജർ ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകൾ പൂരിപ്പിക്കാം. ഇവിടെ ഒരു ചിത്രമുണ്ട്, ഒരു ടേബിളിന്റെ മേലെ ഒരു പെന്നാണുള്ളത് അല്ലെ. പിന്നെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. യൽഅബുൽ ഔലാദു ഫിൽ മൈദാനി, കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു. യൽഅബുൽ ഔലാദ്, കുട്ടികൾ കളിക്കുന്നു. ഫിൽ മൈദാനി, ഗ്രൗണ്ടിൽ. ഫി എന്നത് ഹർഫ് ജറാണ്. അതേപോലുള്ള ഹർഫ് ജറാണ് നമ്മൾ ഇവിടെയുള്ള ഡേഷുകളിൽ വെക്കേണ്ടത്. ഫി, ബി, മിൻ, ഇല, അല, അതൊക്കെയാണ് ഹർഫ് ജർ അല്ലെ. ഇവിടെ അൽ കലമു ഡേഷ് അത്വാവിലെത്തി, പേന ടേബിളിന്റെ മേലാണുള്ളത്. മേൽ എന്നതിന് അല. അപ്പോൾ അൽ കലമു അല ത്വാവിലെത്തി, പേന ടേബിളിന്റെ മേലാണുള്ളത്. ഇനി മുമരിലത്ത്, തദ്ഹബുൽ മുമരിലത്തു ഇലൽ മുസ്തഷ്ഫ, നേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇല, ലേക്ക്. ഇനി അല്ലെങ്കിൽ എ ചോദ്യം വായിച്ചു. ഇനി ബി ചോദ്യം. ഒന്നുകിൽ ഇത് എഴുതുക. നക്തശിഫു മിനൽ മൻലൂമി അൽ അബിയാത്തല്ലത്തി തുനാസിബുൽ ജുമല താലിയ, താഴെ ഒരു മൻലൂം, ഒരു കവിത കൊടുത്തിട്ടുണ്ട്, 3 വരിയുള്ള കവിത. ഈ കവിതയിൽ നിന്നും ഇവിടെ ഒരു 5 സെന്റൻസുകൾ കാണുന്നില്ലേ? ഈ സെന്റൻസുകളുമായിട്ട് യോജിക്കുന്ന വരി കണ്ടെത്തണം. ആദ്യം നമുക്ക് സെന്റൻസുകൾ വായിച്ചു നോക്കാം. യസ് അസ്വാദിഖു, സത്യസന്ധൻ പരിശ്രമിക്കുന്നു. ഫിസ്വൈഫി വശിത്തായി ബിലാ കസലിൻ, ചൂടുകാലത്തും തണുപ്പ് കാലത്തും മടിയില്ലാതെ പരിശ്രമിക്കുന്നു. 2, ഹയാത്തുന, നമ്മുടെ ജീവിതം, തഹലൂവ തുത്തീബു, നല്ലതാകും, മനോഹരമാകും.
ബിസ്സിദ്ഖി വൽ അമാനത്തി, സത്യസന്ധതയും വിശ്വസ്തതയും കൊണ്ട്. അതുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും. 3 ഖൗലു സിദ്ഖി, സത്യം പറയൽ, ഖസ്ലത്തു മിനൽ ഖസാഇൽ ജമീല, മനോഹരമായ സൽസ്വഭാവങ്ങളിൽപ്പെട്ട സൽഗുണങ്ങളിൽപ്പെട്ടതാണ് സത്യം പറയൽ. 4 ലുഖിബൻ നബിയു ബിസ്വാദിഖിൽ അമീൻ, പ്രവാചകൻ അസ്വാദിഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തൻ എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. 5 അസ്സിദ്ഖു ശിആറുൻ യതഖറബു ബിഹി അന്നാസു ഇലൈന, സത്യസന്ധത ജനങ്ങൾ നമ്മളിലേക്ക് അടുക്കുന്ന ഒരു അടയാളമാണ്. അസ്സിദ്ഖു ശിആറുൻ, സത്യസന്ധത ഒരു അടയാളമാണ്. യതഖറബു ബിഹി അന്നാസു ഇലൈന, ആ അടയാളം കൊണ്ട്, ആ സത്യസന്ധത കൊണ്ട് ജനങ്ങൾ നമ്മളിലേക്ക് അടുക്കും. ഇനി കവിതയിലെ വരികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 വരിയുണ്ടല്ലേ, 5 സെന്റൻസുകളുണ്ട്. ഒന്നാമത്തെ വരി അസ്സിദ്ഖു ഫിൽ കലാമി മിൻ അഹ്സനിൽ ഖിസാലി, സംസാരത്തിൽ സത്യം പറയൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണമാണ്. ആ അർത്ഥമുള്ള വരി ഏതാണ്? ഖൗലു സിദ്ഖി, മൂന്നാമത്തത് അല്ലേ. ഖൗലു സിദ്ഖി ഖസ്ലത്തും മിനൽ ഖസാഇലിൽ ജമീലത്തി, സത്യം പറയൽ നല്ല സ്വഭാവമാണ്. അതെവിടെ എഴുതുക? ഈ 3 എന്ന നമ്പറിൽ എഴുതുക. പിന്നെ രണ്ടാമത്തെ വരി ബിഹിൽ ഹയാത്തു തഹലു വ തസ്അദു ബിഹാലിൻ, ആ സത്യസന്ധത കൊണ്ട് ജീവിതം മനോഹരമായി തീരുന്നു, സന്തോഷകരമായി തീരുന്നു. അത് ഏതാണ്? രണ്ടാമത്തെ അല്ലേ. ഹയാത്തുന തഹലു വ തുതീബു ബിസ്സിദ്ഖി വൽ അമാനത്തി. അപ്പോൾ ഇവിടെ രണ്ടാമത്തതിൽ ഈ വരി എഴുതുക. ഏത് വരി? ബിഹിൽ ഹയാത്തു തഹലു വ തസ്അദു ബിഹാലിൻ എന്നത്. ഇനിയോ കുല്ലുൻ യുരീദു ഖുർബൻ മിൻ ത്വയ്യിബിൽ മആലി, നല്ലവരോട്, നല്ല സത്യസന്ധതയും സ്വഭാവഗുണവും ഒക്കെ ഉള്ളവരോട് ആളുകൾ അടുക്കുന്നു, എല്ലാവരും അടുക്കുന്നു. അത് ഏത് വരിയോടാണ് ചേരുന്നത്? 5ാമത്തെ വരിയോടാണ് അല്ലേ, 5ാമത്തെ സെന്റൻസിനോടാണ്. അതുകൊണ്ട് ഈ കുല്ലുൻ യുരീദു ഖുർബൻ എന്ന വരി ഇവിടെ 5ാമത്തെ വരിയിൽ എഴുതുക. ഓക്കെ. ഇനി 4ാമത്തെ വരി ഫി സൈഫി വശിതാഇ യസ്ആ ബിലാ മലിനിൻ, ചൂട് കാലത്തും തണുപ്പ് കാലത്തും മടുപ്പില്ലാതെ പരിശ്രമിക്കുന്നു. അത് 1ാമത്തതാണ് അല്ലേ, 1ാമത്തെ സെന്റൻസ് ആണ് അത് യോജിക്കുന്നത്. യസ് അസ്വാദിഖു ഫി സൈഫി വശിതാഇ ബിലാ കസലിൻ. അതുകൊണ്ട് ഈ വരി ഫി സൈഫി വശിതാഇ എന്നത് 1ാമത്തെ വരിയിൽ എഴുതുക. 1ാമത്തെ വരി ഇതിവിടെ എഴുതുക. ഇനി അസ്വാദിഖുൽ അമീനു യഹ്മി അയ്യ ജലാലിൻ, സത്യസന്ധനായ വിശ്വസ്തൻ പിന്നെ എന്ത് ചെയ്യുന്നു? മഹത്വങ്ങളൊക്കെ സംരക്ഷിക്കുന്നു, നല്ല മഹത്വമുള്ളവനാണ്. അത് ഏതുമായിട്ടാണ് യോജിക്കുന്നത്? ലുഖിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്വാദിഖിൽ അമീൻ എന്നതുമായിട്ടാണ് അല്ലേ. അതുകൊണ്ട് അസ്വാദിഖുൽ അമീനു എന്ന വരി ഇവിടെ 4ാമത്തെ വരിയിൽ എഴുതുക. ഇങ്ങനെ എഴുതിയാൽ ശരിയായി. ഇനി 4ാമത്തെ ചോദ്യം നുറത്തിബുൽ കലിമാത്തിൽ ആത്തിയത്ത കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ താഴെയുള്ള വാക്കുകൾ ക്രമീകരിക്കണം, എന്നാലൊരു സെന്റൻസ് കിട്ടും. ഉദാഹരണം അൽ മഅരിദു സിറായി, കാർഷിക എക്സിബിഷൻ, ഇഹ്സാൻ വസല എത്തി ഇല ലേക്ക്. അതെങ്ങനെയാണ് യോജിപ്പിച്ചത്? വസല ഇഹ്സാനു ഇലൽ മഅരിൽ സിറായി, ഇഹ്സാൻ അൽ മഅരിൽ സിറായിൽ എത്തി. അതേപോലെ അടുത്തത് വശത്ലാത്ത് നസ്തരി ബാലൽ ബുദൂർ, ശത്ലാത്ത് തൈകൾ, നസ്തരി നമ്മൾ വാങ്ങും, ബാലൽ ബുദൂർ ചില വിത്തുകൾ. അപ്പൊ നസ്തരി ബാലൽ ബുദൂരി വശത്ലാത്തി, നമ്മൾ കുറച്ച് വിത്തുകളും തൈകളും വാങ്ങും. അടുത്തത് അൽ ഇഅ്ലാന, പരസ്യം, ഷാത്തറ ഇഹ്സാൻ, ഇഹ്സാൻ ഷെയർ ചെയ്തു, ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ, ക്ലാസ് ഗ്രൂപ്പിലേക്ക്. അത് ഷാത്തറ ഇഹ്സാൻ അൽ ഇഅ്ലാന ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ, ഇഹ്സാൻ പരസ്യം ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അൽ ഇഅ്ലാൻ അത്തുല്ലാബ് ഖറഅ, ഇഅ്ലാൻ പരസ്യം, വിദ്യാർത്ഥികൾ ഖറഅ വായിച്ചു. അതെങ്ങനെ എഴുതാം? ഖറഅ തുല്ലാബു അൽ ഇഅ്ലാന, വിദ്യാർത്ഥികൾ പരസ്യം വായിച്ചു. അഅദ്ദ തയ്യാറാക്കി, ഇഹ്സാൻ ഫാഖിറത്തൻ സമൃദ്ധമായ, മഅ്ദുബത്ത് സദ്യ. അഅദ്ദ ഇഹ്സാനു മഅ്ദുബത്തൻ ഫാഖിറത്തൻ, ഇഹ്സാൻ സമൃദ്ധമായ ഒരു സദ്യ തയ്യാറാക്കി. ഖൽബു ഇഹ്സാൻ, ഇഹ്സാന്റെ മനസ്സ്, ഇംതല നിറഞ്ഞു, ബിൽ ഫറഹി വസ്സുറൂരി സന്തോഷം കൊണ്ട്. ഇംതല ഖൽബു ഇഹ്സാൻ, ഇഹ്സാന്റെ മനസ്സ് നിറഞ്ഞു, ബിൽ ഫറഹി വസ്സുറൂരി സന്തോഷം കൊണ്ട്. ഇംതല എഴുതുമ്പോൾ അലിഫിന്റെ അടിയിൽ ഹംസ വേണ്ട. ഇനി 5ാമത്തെ ചോദ്യം, ഇതിലും എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതുക. നഖറഉ തർജമത്തുൽ ഹയാത്തി ലി അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം വായിക്കാം. വനുഇദ്ദു ബയാനാത്തിൻ ശഖ്സിയ, എന്നിട്ട് ബയോഡാറ്റ തയ്യാറാക്കാം. ഇതാണ് ജീവചരിത്രം.
കാന അലിയുബ്നു അബി ത്വാലിബ്, അലിബിൻ അബി ത്വാലിബ് ആയിരുന്നു അമീറൻ മിസാലിയൻ, ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു. അമീർ ഭരണാധികാരി, മിസാലിയൻ മാതൃക. ഹുവ റാബിഉൽ ഖുലഫാ റാഷിദീന, അദ്ദേഹം 4ാം ഖലീഫയാണ്. ഖുലഫാ റാഷിദുകളിൽ 4ാമനാണ് അദ്ദേഹം. വ അഹദുൽ മുബശ്ശിരീന ബിൽ ജന്നത്തി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. വാലിദുഹു അബൂ താലിബ്, അദ്ദേഹത്തിന്റെ പിതാവ് അബൂ താലിബാണ്. വ വാലിദത്തുഹു ഫാത്തിമ ബിന്ത് അസദ്, അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബിന്ത് അസദാണ്. ലുക്കിബ ബി അബി തുറാബ്, അബൂ തുറാബ് എന്ന അദ്ദേഹത്തിന് ലഖബ് നൽകപ്പെട്ടു, പേര് നൽകപ്പെട്ടു. വുലിദ ബി മക്കത്തൽ മുക്കറമ, അദ്ദേഹം മക്കയിൽ ജനിച്ചു. ഖബ്ലൽ ഹിജ്റ, ഹിജ്റ പോകുന്നതിന് മുമ്പ്. വഹുവ ഇബ്നു അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന്റെ മകനാണ് അദ്ദേഹം, അബൂ താലിബിന്റെ മകനാണ് അല്ലെ. വ സവ്വജ ഇബ്നതഹു ഫാത്തിമത സഹറ, പ്രവാചകൻ തന്റെ മകളായ ഫാത്തിമത്തു സഹറയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്തുഷ്ഹിദ ബിൽ കൂഫ, അദ്ദേഹം കൂഫയിൽ ഷഹീദായി, രക്തസാക്ഷിയായി. ഫി ഷഹരി റമളാൻ, റമളാൻ മാസത്തിൽ. സനത 40 ഹിജ്റ, ഹിജ്റ 40. ഇതാണ് അലിയുടെ ജീവചരിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും എങ്ങനെയാണ് ബയോഡാറ്റ തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. ബയോഡാറ്റയിൽ ഒന്നാമതുള്ളത് അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം എന്താണ്? അലിയുബ്നു അബി ത്വാലിബ് എന്ന് എഴുതുക. ഇസ്മുൽ വാലിദ്, പിതാവിന്റെ പേരെന്താണ്? അബൂ ത്വാലിബ്. ഇസ്മുൽ വാലിദത്ത്, മാതാവിന്റെ പേരെന്താണ്? ഫാത്തിമ ബിന്ത് അസദ്. മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത്, ജനന സ്ഥലം മക്ക. അൽ ലഖബ്, ലഖബ് എന്നാണ് അബൂ തുറാബ്, വിളിപ്പേര്. ആമുൽ ഇസ്തിഷ്ഹാദ്, അദ്ദേഹം ഷഹീദായ വർഷം 40 ഹിജ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ടാമത് ബി, ഒന്നുകിൽ ഇത് എഴുതുക. നക്രവുൽ ബയാനാത്ത് ഷഖ്സിയ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ ജീവചരിത്രം വായിച്ച് ബയോഡാറ്റ തയ്യാറാക്കുക, ഇവിടെ ബയോഡാറ്റ വായിച്ച് ജീവചരിത്രം തയ്യാറാക്കുക. ലി വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയോഡാറ്റയാണ് വായിക്കേണ്ടത്. വനുഇദ്ദു സീറത്ത് ദാത്തിയ, എന്നിട്ട് എന്ത് ചെയ്യുക? അസീറത്ത് ദാത്തിയ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം തയ്യാറാക്കുക. ബയോഡാറ്റ വായിച്ചു നോക്കാം. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം വൈക്കം മുഹമ്മദ് ബഷീർ. ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ കായ് അബ്ദുറഹ്മാൻ. ഇസ്മുൽ വാലിദത്ത്, നെയിം ഓഫ് മദർ കുഞ്ഞാത്തുമ്മ. ആമുൽ മീലാദ്, ഇയർ ഓഫ് ബർത്ത് 1908 മീലാദിയ. മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത് തലയോലപ്പറമ്പ്. അൽ ലഖബ്, ലഖബ് എന്താണ്? ബേപ്പൂർ സുൽത്താൻ. അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ. ഷാത്തു ഫാത്തിമ, ഫാത്തുമയുടെ ആട്. കാനലി ജദ്ദി ഫീലുൻ, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലെ. ആമുൽ വഫാത്ത്, ഇയർ ഓഫ് ഡെത്ത്, മരണപ്പെട്ട വർഷം 1994. ഇനി ഇതെങ്ങനെ ഒരു പാരഗ്രാഫാക്കി എഴുതാമെന്ന് നോക്കാം. കാന വൈക്കം മുഹമ്മദ് ബഷീർ അദീബൻ മഷഹൂറൻ, എഴുതുമ്പോൾ ആദ്യം അദ്ദേഹം ആരാണ് എന്നത് എഴുതണം. അലി റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരിയായിരുന്നു എന്ന് ആദ്യം വെച്ചു അല്ലെ. അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീർ മഷഹൂറായ, പ്രശസ്തനായ അദീബായിരുന്നു. അദീബ് മീൻസ് സാഹിത്യകാരൻ, പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു. വുലിദ ബി തലയോലപ്പറമ്പ, അദ്ദേഹം തലയോലപ്പറമ്പിൽ ജനിച്ചു. സനത്ത 1908 മീലാദിയ, 1908 അദ്ദേഹം തലയോലപ്പറമ്പിൽ ജനിച്ചു. വാലിദുഹു കായ് അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ പിതാവ് കായ് അബ്ദുറഹ്മാനാണ്. വാലിദത്തുഹു കുഞ്ഞാത്തുമ്മ, മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. ലുഖബ ബി സുൽത്താൻ ബേപ്പൂർ, അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താൻ എന്ന് എഴുതിയാൽ മതി. ബേപ്പൂർ സുൽത്താൻ എന്ന് അദ്ദേഹം പേര് വിളിക്കപ്പെട്ടു. ലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ, അദ്ദേഹത്തിന് ധാരാളം, അദീദ മീൻസ് ധാരാളം രചനകളുണ്ട്. മിൻഹ, അവയിൽപ്പെട്ടതാണ് ഷാത്തു ഫാത്തിമ, ഫാത്തിമയുടെ ആട്. വാക്കാനലി ജദ്ദി ഫീലുൻ, ഇത് രണ്ടും. വ തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. 1994 മീലാദിയിൽ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ എഴുതുക. അടുത്ത ചോദ്യം, 6ാമത്തത്. നഖറ ഉൽ ലഗ്സ, നമുക്ക് കടങ്കഥ വായിക്കാം. അൻ ബാമിയ, ബാമിയെ കുറിച്ചുള്ള. വനുഇദ്ദു ലഗ്സൻ അൻ ജസർ, എന്നിട്ട് ജസറിനെ കുറിച്ച് മറ്റൊരു ലഗ്സ് നമുക്ക് ഉണ്ടാക്കാം. ബാമിയ വെണ്ടക്ക അല്ലെ, വെണ്ടക്കയെ കുറിച്ചുള്ള ഒരു ലഗ്സ്, ഒരു കടങ്കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൗനി അഹ്ലർ, അതേപോലെ എന്ത് ചെയ്യണം? ഈ ക്യാരറ്റിനെ കുറിച്ച് ഉണ്ടാക്കണം. വെണ്ടക്ക പറയുകയാണ്, ലൗനി അഹ്ലർ, എൻ്റെ നിറം പച്ചയാണ്. ജിസ്മി തൊവീലുൻ വ നഹീലുൻ, എൻ്റെ ശരീരം നീണ്ടതും മെലിഞ്ഞതുമാണ്. തൊവീൽ നീണ്ടത്, നഹീലും മെലിഞ്ഞത്. അന ഖനിയത്തും ബിൽ വിറ്റാമിനാത്ത്, ഞാൻ വിറ്റാമിനുകളാൽ സമ്പന്നയാണ്. യസ്തഖ്ദിമുനി അന്നാസു, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ദായിമൻ, എപ്പോഴും. ഫിൽ ഇദാമി, കറിയിൽ. ഇദാമി മീൻസ് കറി. അന മിനൽ ഖദറാവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. അതേപോലെ ക്യാരറ്റിനെ കൊണ്ട് എങ്ങനെ പറയാം?
ലൗനി ബുർത്തുക്കാലിയുൻ, എൻ്റെ നിറം ഓറഞ്ചാണ്. ബുർത്തുക്കാലി ഓറഞ്ച്. പിന്നെ ക്യാരറ്റും മറ്റേ ഇവനെ പോലെ തന്നെ മെലിഞ്ഞ് നീണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ ജിസ്മി തൊവീലുൻ വനഹീലുൻ, ഇവിടെ പറഞ്ഞതുപോലെ അതല്ലേ. ജിസ്മി തൊവീലുൻ വനഹീലുൻ, എൻ്റെ ശരീരം നീണ്ടതും മെലിഞ്ഞതുമാണ്. പിന്നെ അന ഖനിയുൻ, ഞാൻ ഖനിയാണ്. ബിൽ വിറ്റാമിനാത്ത്, ഞാൻ വിറ്റാമിനുകളാൽ ഖനിയാണ്. പിന്നെയോ ഇതേപോലെ തന്നെ എഴുതുക. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാമി എന്ന് എഴുതുക. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാമി, എപ്പോഴും തന്നെ ജനങ്ങൾ കറിയിൽ ഉപയോഗിക്കും. അന മിനൽ ഖദറവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. ഓക്കെ, അതേപോലെ എഴുതിയാൽ മതി, അത് എളുപ്പമാണ്. ഇതോടെ കഴിഞ്ഞു.